ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ? ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഒരിക്കലും നിൽക്കില്ല. ഓക്കെ, ഈവൻ നമ്മളിപ്പം സൗദിയിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖത്തറിലാണെങ്കിലും 2024 വേൾഡ് കപ്പ് കഴിഞ്ഞ് കുറച്ച് സ്ലോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ദെൻ അഗെയിൻ ബൂസ്റ്റപ്പ് ആകുന്നത് നമ്മളിപ്പം തന്നെ ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകളിൽ $1 million ഒക്കെ പ്രൊജക്റ്റിൽ നമ്മളുടെ വർക്കിന് മാത്രം, അതായത് ടെക്നിക്കൽ വർക്കിന് മാത്രം നമ്മൾ ടെൻഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ UAE-യിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഡെവലപ്മെൻറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. കൺസ്ട്രക്ഷൻ ഒരിക്കലും നിൽക്കില്ല. ഓക്കെ, സോ എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ടോ അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. QSL ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അഗെയിൻ ഒരു റോള് മാത്രമല്ല QS ഉള്ളത്. സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒന്നോ രണ്ടോ ആൾക്കാരെടുക്കാം. ഇതിൽ ടെൻഡറിങ്, എസ്റ്റിമേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്പർ ഓഫ് ഓപ്പണിങ്സും കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാനിപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം UAE നിന്നാണെങ്കിലും സൗദിയിൽ നിന്നാണെങ്കിലും ഒമാനിൽ നിന്നാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ QSന് ഓപ്പണിങ്സ് എപ്പോഴും ഉണ്ടാവും. കൺസ്ട്രക്ഷൻ നിൽക്കൂല, നിന്നാൽ മാത്രമേ പ്രശ്നം ഉണ്ടോ, അത് നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. ഹ്യൂമൻ റൈറ്റ്സ് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് എന്തായാലും കൺസ്ട്രക്ഷൻസ് കൂടിക്കൊണ്ടേ. ഉറപ്പായിട്ട് ഇപ്പോൾ ഒരു IT കോംപ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ ബിൽഡിംഗ് വേണം. ഒരു മൾട്ടി സ്റ്റോറി ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ബിൽഡിംഗ് വേണം. മാൾ ഉണ്ടാക്കണമെങ്കിൽ ബിൽഡിംഗ് വേണം. കൺസ്ട്രക്ഷൻ എല്ലായിടത്തും ഉണ്ട്. സോ ആ ഒരു ഓപ്പണിങ്സ് എപ്പോഴും ഉണ്ട് കേട്ടോ.